എന്റെ മോനെ കൂടെ എന്നിട്ട് റെസീറ്റ് ചോദിച്ചപ്പോ ചോദിക്കുന്നു ബ്രെഡ് ജാമ് മേടിക്കാതെ ഇവിടെ വന്നേന്ന്. അവിടെ വണ്ടി ഓട്ടിക്കുന്ന പോലീസുകാരെ ഇന്നലെ ഈ കൊച്ചിനെ കയറ്റി ആംബുലൻസ് 1 മണിക്കൂർ അവിടെ കിടന്ന്, എന്നിട്ട് പോലും പോലീസ് വണ്ടി മാറ്റി തന്നില്ല കൊച്ചിനെ കൊണ്ടുപോകാൻ. സഹോദരനെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിച്ച 15-കാരിക്ക് ക്രൂരമർദ്ദനം. താബൂക്ക് കട്ട കൊണ്ടുള്ള ഏറിൽ പെൺകുട്ടിയുടെ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ചിറയൻകീഴിലാണ് സംഭവത്തിൽ പ്രതികൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയും പരിഹാസവും ഉണ്ടായതായി പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചു. ഇന്നലെ ഞങ്ങളവിടെ ഒരു അടി കിടന്നത്, സഹോദരന്റെ മോള് എന്റെ മോനെ അടിക്കണ കണ്ടോണ്ട് എന്റെ കൊച്ചു ഓടിച്ചെന്ന് എന്റെ മോനെ അടിച്ച ചേട്ടനെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് എന്റെ കൊച്ചെന്ന് കവന്ന് അവന്റെ പിറത്തൂടെ വീണ് അവൻ എന്റെ മോളെ കൂടെ സഹോദരനെ മർദ്ദിക്കുന്നത് കണ്ട് പിടിച്ചു മാറ്റാൻ ചെന്നപ്പോഴാണ് 15-കാരിയായ സഹോദരിക്ക് നേരെ ആക്രമണമുണ്ടായത്. താബൂക്ക് കൊണ്ടുള്ള ഏറിൽ പെൺകുട്ടിയുടെ കഴുത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. കൊച്ചിന്റെ തലയിൽ താവൂക്ക് എടുത്ത് വെച്ച് അടിച്ചു കൊടുത്ത് തയ്യലുണ്ട്, കഴുത്തിന്റെ അടുത്ത് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് അവര് രണ്ടുപേരൊക്കെ ഇട്ട് മോക്ക് 15 ദിവസം നോബൽ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നല്ലൊരു പഠിക്കുമെന്റെ മോള്. വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി. എന്നാൽ പരിക്കേറ്റ പെൺകുട്ടിയുമായി ആശുപത്രിയിലേക്ക് പോകാനൊരുങ്ങിയ ആംബുലൻസിന് കടന്നുപോകാൻ തടസ്സമായി കിടന്ന പോലീസ് വാഹനം മാറ്റി നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്ന് പെൺകുട്ടിയുടെ അമ്മ ആരോപിക്കുന്നു. പോലീസ് പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഇവർ കുറ്റപ്പെടുത്തി. അത് കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവന്ന് പോലീസ് വളരെ മോശമായിട്ടാണ് നമ്മളോട് പെരുമാറിയത്. നമ്മളെ സഹായിക്കാൻ ആരുമില്ല, ഞങ്ങൾക്ക് ആരുമില്ല. ഇന്നലെ ഈ കൊച്ചിനെ കയറ്റി ആംബുലൻസ് 1 മണിക്കൂർ അവിടെ കിടന്ന്, എന്നിട്ട് പോലും പോലീസ് വണ്ടി മാറ്റി തന്നില്ല കൊച്ചിനെ കൊണ്ടുപോവായി. കൂടാതെ സംഭവത്തിനു ശേഷം ശനിയാഴ്ച രാവിലെ പരാതി നൽകാനായി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നിഷേധാത്മകമായ സമീപനമാണ് ഉണ്ടായതെന്നും കുടുംബം പറയുന്നു. പരാതിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവിടെ ബ്രെഡും ജാമും കച്ചവടം ചെയ്യുന്നില്ല എന്ന പരിഹാസ രൂപത്തിലുള്ള മറുപടിയാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചതെന്നും ഇവർ ആരോപിക്കുന്നു. പോലീസിന് പരാതി കൊടുത്ത് ഇന്നലെ രാത്രി കൊണ്ടുവന്ന് എന്റെ മോളും മരുമോനും കൂടെ കൊടുത്ത് ഇന്ന് കാലത്ത് ചെല്ലാൻ പറഞ്ഞ് ഞങ്ങൾ മെഡിക്കൽ കളയുന്നു. കൊച്ചിനെയും കൊണ്ട് അവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളോട് ചോദിക്കാൻ എന്തിനു ഇവിടെ വന്നേന്ന്. എന്നിട്ട് റെസീറ്റ് ചോദിച്ചപ്പോ ചോദിക്കുന്നു ബ്രെഡ് ജാമ് മേടിക്കാതെ ഇവിടെ വന്നേന്ന്. അമ്മേ എന്നോട് ചോദിച്ചതാണ് ബ്രെഡ് ജാമ് മേടിക്കാനാ പോലീസ് സ്റ്റേഷനിൽ വന്നേന്ന്. അവിടെ വണ്ടി ഓട്ടിക്കുന്ന പോലീസുകാരെ എവിടെ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ചെറിയകീഴ് സ്റ്റേഷനിൽ വണ്ടി ഓട്ടിക്കുന്ന ചെറിയകീഴ് എന്നോട് ചോദിക്കുന്നു ബ്രെഡ് ജാമ് മേടിക്കാൻ വന്നാണ് ഇവിടെ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയും സ്റ്റേഷനിലുണ്ടായ മോശം അനുഭവം ചൂണ്ടിക്കാട്ടി ഡിവൈഎസ്പിക്ക് പരാതി നൽകാനിരിക്കുകയാണ് കുടുംബം. അവിടെ സ്റ്റേഷനിൽ രാവിലെ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവരവിടുന്ന് പെറ്റീഷൻ എടുത്തില്ല. അങ്ങനെ എന്റെ അടുത്ത് നിവർത്തിയിട്ടുണ്ട്, ഗതികേടുകൊണ്ട് ഇവിടെ ആറ്റിൽ വരാൻ പറഞ്ഞു. അയൽവക്കത്തുള്ളവര് വിസ്മയ ന്യൂസ്, ചിറയൻകീഴ്.